വയനാട് ചുണ്ടലിൽ ആസൂത്രിത അപകടത്തിലൂടെ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയതായി പരാതി. ബന്ധുക്കൾ വൈത്തിരി പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഓട്ടോറിക്ഷയും താർ ജീപ്പും കൂട്ടിയിടിച്ച് മരിച്ച നവാസിനെ മനഃപൂർവ്വം വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന പരാതിയുമായി ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. ഗുരുതരമായ ഗൂഢാലോചന ഭാഗമായിട്ടുള്ള ഒരു മർഡർ ആക്സിഡന്റ് ആണ് എന്നാണ് നമ്മളിത് കണ്ട് മനസ്സിലാക്കാനുള്ളത്. ഇത് പ്ലാൻ ചെയ്ത് കറക്റ്റ് ഇതിന്റെ പുറകിൽ ഒരു ചെയ്ത വ്യക്തി മാത്രമല്ല, ഇതിൽ ഗൂഢാലോചനയിൽ പല വ്യക്തികളും ഇൻവോൾവ് ആണ്. അപ്പോൾ അതിന്റെ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് നമ്മളെ സുഹൃത്തുക്കളായ പോലീസുകാർ പറഞ്ഞത്. അതുകൊണ്ട് അതിന് വ്യക്തമായ നമുക്ക് രീതിയിൽ തന്നെ അത് പോകണം എന്നാണ് നമ്മളെ ആഗ്രഹം. അല്ലാത്ത പക്ഷം ഇതിൽ നാട്ടുകാരും എല്ലാവരും കുടുംബങ്ങളും ചേർന്ന് നല്ലൊരു പ്രതിഷേധത്തിനുള്ള ഭാഗം ആയിട്ടാണ് ഇന്നിവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിലും വലിയ പ്രതിഷേധം ഇനിയും ഉണ്ടാവുമെന്നാണ് എൻ്റെ മകൻ്റെ. ഇടിച്ചിട്ടും താർ ജീപ്പിന്റെ ഉടമയായ സുബിൽ രക്ഷാപ്രവർത്തനം സഹകരിച്ചില്ല എന്ന് ദൃക്സാക്ഷിയായ ബേബിയും പറയും. 600 മീറ്റർ 1.5 കിലോമീറ്ററാണ് ചുണ്ട്. 600 മീറ്ററിനുള്ളിൽ ഞാൻ പുറകിൽ വരുമ്പോഴേക്കും അവിടെ അടി കഴിഞ്ഞു. ആ അടി വണ്ടി തിരിച്ചിട്ട് ഇവൻ ഫോൺ ചെയ്ത് നിൽക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. അന്ന് അപ്പം അടിക്കരുത് ഞാൻ. ഇവൻ ഫോൺ ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ വെച്ച് വേറെ ആളെ വണ്ടി വിളിക്കാന്ന്. അപ്പോൾ അവൻ നവാസ് ഇതാ കമന്ന് ചെളിയിൽ കിടക്കുന്നുണ്ട് മണ്ണിൽ. അവിടെ നിന്ന് ഞങ്ങൾ 4 ആളെ കുറിച്ച് പൊന്തിക്കുമ്പോഴേക്കും കട്ടകട്ടായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവൻ ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യനല്ല, അവൻ അവിടെ ഫോൺ ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വണ്ടി കയറ്റി ഇന്നോവയിൽ കയറ്റി വിട്ടു. ആ സ്പോട്ട് തന്നെ നമുക്ക് മനസ്സിലായത് ഇത് കൊലപാതകം തന്നെ. ഒരു ചുണ്ടലിൽ റെസ്റ്റോറന്റ് നടത്തുന്ന സുബിൽ ഷായ്ക്കെതിരെയാണ് ബന്ധുക്കളും നാട്ടുകാരും പരാതിയുമായി എത്തിയിരിക്കുന്നത്. രോഷാകുലരായ നാട്ടുകാർ സുബിൽ ഷായുടെ ചുണ്ടലിലെ റെസ്റ്റോറന്റ് അടിച്ചു തകർക്കുകയും ചെയ്തു. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത് വയനാട് നിന്ന്. രതീഷ്, കൊലപാതകമാണ് എന്ന് നാട്ടുകാർ ഉറപ്പിച്ച് പറയുകയാണ്, രക്ഷാപ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ സുബിൽ ഇത്തരം ഒരു കൊലപാതകം നടത്തണമെങ്കിൽ, അതും ആസൂത്രിതമായി നടത്തണമെങ്കിൽ എന്താണ് അതിന് പിന്നിലെ കാരണമെന്ന് കൂടിയാണ് ഇവർ പറയുന്നത്. ലാൽകൃഷ്ണ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വ്യക്തിപരമായ കടുത്ത വ്യക്തിവൈരാഗ്യം നവാസിനോട് സുബിൽ ഷായ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്. ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ബന്ധുക്കൾ ഉൾപ്പെടെ നടത്തിയിട്ടില്ല. എന്തായാലും വ്യക്തിപരമായി ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലേക്ക് അത് നീളുമെന്ന് ആരും കരുതിയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ചുണ്ടേൽ ആനോത്ത് റോഡിൽ വച്ച് ഈ അപകടം ഉണ്ടായത്. സ്വാഭാവികമായ ഒരു അപകടം എന്ന നിലയിൽ തന്നെയാണ് നാട്ടുകാരും പോലീസും ഉൾപ്പെടെ ഇതിനെ കൈകാര്യം ചെയ്തത് ആദ്യഘട്ടത്തിൽ. പിന്നീടാണ് ചില സംശയങ്ങൾ, ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നത്. അത് സംബന്ധിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇതിന് ഇത്തരത്തിൽ ഒരു ആക്ഷേപത്തിന്റെ ഇത്തരത്തിലുള്ള സാധ്യതയിലേക്കൊക്കെ ആളുകളും പോലീസും ഉൾപ്പെടെ സംശയിക്കുന്ന തരത്തിൽ വന്നത്. കാരണം ആനോത്ത് റോഡിൽ 100 മീറ്ററോളം പരസ്പരം വാഹനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ വളവുകളില്ലാത്ത റോഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ആക്ഷേപം അപ്പോൾ തന്നെ പലരും ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ദൃക്സാക്ഷികളുടെ ചില മൊഴികളും ഉൾപ്പെടെ വന്നതോടുകൂടി ഇത് ഇത്തരത്തിലൊരു ശ്രമം നടന്നു എന്ന ആക്ഷേപത്തിലേക്ക് എല്ലാവരും, സംശയത്തിലേക്ക് എല്ലാവരും പോയി. മാത്രമല്ല, ചില CCTV ദൃശ്യങ്ങൾ ഇതിനു മുമ്പുള്ള സമയത്ത് ചുണ്ടയിൽ ജുമാ മസ്ജിദിന് സമീപത്ത് നിന്ന് വളരെ പൊടുന്നനെ ഒരു ഫോൺ കോൾ വരികയും ഈ ഭാഗത്തേക്ക് സുബിൽ ഷാ വാഹനം അതിവേഗത്തിൽ ഓടിച്ചു പോവുകയും ചെയ്തു. തുടർന്ന് പുറകെ യാത്രക്കാരുമായി പോവുകയായിരുന്ന ബേബി അപകടം കാണുകയുമായിരുന്നു. അതാണ് ഈ സംശയത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് ആസൂത്രിതമായ ഗൂഢാലോചനയും ഒക്കെ ഇതിൽ ഉണ്ടായിരുന്ന ആക്ഷേപവുമായി ബന്ധുക്കൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇവർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു സ്വാഭാവിക അപകടം എന്ന നിലയിൽ നിന്ന് ഇത് മാറി വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പം ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത്. വളരെ വൈകാരികമായാണ് നാട്ടുകാർ ഉൾപ്പെടെ ഇതിനെ കാണുന്നത്. ചുണ്ടേൽ ടൗണിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു നവാസ്. മാത്രവുമല്ല, നവാസിന് ഈ സുബിൽ ഷായുടെ കടയ്ക്ക് അഭിമുഖമായ മറ്റൊരു കടയുണ്ടായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരോട് വ്യക്തിപരമായി ഉണ്ടോ എന്നൊന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വൈകാരികമായി എത്തിയ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഈ ചുണ്ടേലിലുള്ള സുബിൽ ഷായുടെ റെസ്റ്റോറന്റ് അടിച്ചു താർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് വൈകിട്ട് നവാസിന്റെ ഖബറടക്കം കഴിഞ്ഞ ശേഷമാണ് നാട്ടുകാർ വളരെ വൈകാരികമായി സംഘടിച്ച് ഈ റെസ്റ്റോറന്റ്. വയനാട് ചുണ്ടലിലാണ് ഓട്ടോ ഡ്രൈവറായിരുന്ന നവാസിനെ മരണത്തിൽ അതിന് പിന്നിൽ ചുണ്ടലിൽ തന്നെയുള്ള സുനിൽ ഷായ്ക്ക് പങ്കുണ്ട് എന്ന ആരോപണവുമായി ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തിയിരിക്കുന്നത്. മുൻവൈരാഗ്യവും വ്യക്തിവൈരാഗ്യവുമാണ് ഇത്തരമൊരു
കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ആരോപിക്കുന്നത്. ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണം നടക്കുന്നുണ്ട്.